ഒരൊറ്റ ഉദാഹരണം മാത്രം പറഞ്ഞത് അവസാനിപ്പിക്കാം. രാമായണം എഴുതിയിട്ടുള്ള വാൽമീകി കവിയാകുന്നതിന് മുമ്പ് കാട്ടാളനായിരുന്നു. ഈ രണ്ടും നമ്മുടെ ഉള്ളിലുണ്ട്. കവിയുണ്ട്, കാട്ടാളനും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. മനസ്സിലായി? രത്നാകരൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, അല്ലെ? സപ്തർഷികൾ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് അവരെ കക്കാനുള്ള പ്രവണതയിലായിരുന്നു ഇയാൾ. അങ്ങനെ സപ്തർഷികൾ പറഞ്ഞു, നീ എന്തിനാ കക്കണേ? നിന്റെ ഭാര്യയും കുട്ടികളെയും പോറ്റാൻ. നീ ചെയ്യുന്നത് തെറ്റാണ്. നീ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അവരനുഭവിക്കുമോ? അതിന്റെ ഷെയർ, അല്ലെ? പാപത്തിന്റെ ഷെയർ അവരനുഭവിക്കോ? നീ ഭാര്യയോടും കുട്ടിയോടും പോയി ചോക്കെ. അങ്ങനെ ഭാര്യയുടെ അടുത്ത് പോയി ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണല്ലോ കക്കുന്നത്, ഞാൻ ചെയ്ത പാപം നീയും അനുഭവിക്കുമോ? ഭാര്യ പറഞ്ഞു, അതിനൊന്നും എനിക്ക് സൗകര്യമില്ല, നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുക. മകനോട് ചെന്ന് ചോദിച്ചപ്പോഴും ഇതന്നെ ഉത്തരം. അപ്പൊ അയാൾക്ക് മനസ്സിലായി, പാപം ചെയ്യുന്നത്, തെറ്റ് ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ രത്നാകരൻ തിരിച്ചു വന്നു, സപ്തർഷിമാരോട് പറഞ്ഞു, എന്റെ ഭാര്യയും എന്റെ കുട്ടിയും ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലം ഷെയർ അനുഭവിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ സപ്തർഷിമാര്, കഥയാണ്, കഥയിൽ ചോദ്യം എഴുതിട്ട, രണ്ട് ആൽമരത്തിന്റെ ചുവട്ടിൽ ആൽമരത്തിന്റെ നടുക്ക് ഇരുത്തിയെന്നും ആ മരമെന്നും ഈ മരമെന്നും ജപിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും ആ മരം ഈ മരം ആ മരം ഈ മരം എന്ന് ആവർത്തിച്ച് പറയുന്നതിലിടയ്ക്കാണ് രാമ 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 എന്നായി തീർന്നത് എന്നുമാണ് കഥ. അങ്ങനെ ആയിരക്കണക്കിന് വർഷം, ചോദ്യമില്ലേ, ആയിരക്കണക്കിന് വർഷം തപസ് ചെയ്ത് വാൽമീകത്താൽ മൂടപ്പെട്ട്, പുറ്റിനാൽ മൂടപ്പെട്ട്, ആ പുറ്റ് പൊളിഞ്ഞ് ആ വാൽമീകത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പിറക്കുകയും അദ്ദേഹത്തിന്റെ പേര് വാൽമീകി എന്നായി തീരുകയും ചെയ്തു, അല്ലേ? അദ്ദേഹം സരയൂ നദിയുടെ തീരത്ത് സന്ധ്യാവന്ദനത്തിന് പോയപ്പോ ഇണപക്ഷികളിൽ ഒന്നിനെ വേടൻ അമ്പെയ്ത് വീഴ്ത്തുകയാണ്, അല്ലെ? മനുഷ്യന്റേതല്ല, പക്ഷിയുടെ കരച്ചിൽ പോലും അദ്ദേഹത്തെ ബാധിച്ചു, അല്ലെ? ആ ഇണപ്പക്ഷി ഒന്ന് തന്റെ ഇണ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖത്തിൽ കരയണം. ഈ കരച്ചിലിൽ നിന്നാണ് സാഹിത്യം ഉണ്ടായത്. അങ്ങനെയാണ്. ലോകത്തിന്റെ കരച്ചിൽ കാണാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം, മനസ്സിലായോ? കരച്ചിലിൽ നിന്നാണ് കാവ്യമുണ്ടായത്. അതാണ് രാമായണം, മനസ്സിലായോ? അതുകൊണ്ടാണ് ഇടശ്ശേരിയോട് ചോദിച്ചത്, എന്തിനാണ് താങ്കൾ കാവ്യം എഴുതുന്നത്? അപ്പോ ഇടശ്ശേരി കഴിഞ്ഞിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് പൊന്നാനിയിൽ 40 കൊല്ലം ഇടശ്ശേരി ജീവിച്ച ഇടശ്ശേരി പറഞ്ഞത്, എവിടെ കുഴിച്ചാലാണ് കണ്ണുനീര് കിട്ടുക എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. മനസ്സിലായോ? എവിടെ കുഴിച്ചാലാണ് കണ്ണുനീര് കിട്ടുക ആണ് ഞാൻ ആലോചിക്കുന്നത്. ഉമ്മാച്ചു വായിക്കണം. ഉമ്മാച്ചു പൊന്നാനിക്കാരൻ എഴുതിയ നോവലാണ്. സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന നോവൽ വായിക്കണം. ഉറൂബ് എന്ന് കേട്ടിട്ടുണ്ടോ? PC കുട്ടികൃഷ്ണൻ എന്ന ഉറൂബ്. പൊന്നാനിക്ക് കുറച്ച് അപ്പുറത്ത് പോയ ഉറൂബ് നഗർ എന്നൊരു സ്ഥലമുണ്ട്, മനസ്സിലായോ?